ഹലോ, ഞാൻ ഡോക്ടർ രാജേഷ് അയ്യപ്പൻ. ഞാനിപ്പോൾ ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പിയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഈ ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലിലോട്ടുള്ള രക്തക്കുഴലിൻ്റെ രക്തോട്ടം, അതുപോലെ ലിംഫിൻ്റെ ഫ്ലോ ഇതെല്ലാം കുറയുമ്പം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കാലിൽ ഒരു ബാഗ് പോലത്തെ രണ്ട് കാലിലും ഇട്ട് അതിൽ പ്രഷർ കൊടുത്ത് നമ്മൾ അതിൻ്റെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വെരിക്കോസ് വെയിൻ, അതായത് ഈ വെയിനിലോട്ടുള്ള ഫ്ലോ കുറവായതുകൊണ്ട് നമ്മുടെ കാലിൽ ഇങ്ങനെ വെസൽസ് സ്കിന്നിൻ്റെ പുറത്ത് ഇങ്ങനെ തഴിച്ച് നിൽക്കുന്നത് പോലെ വരുന്ന സംഭവം ഈ പ്രഷർ തെറാപ്പിയിലൂടെ ഈ ലിംഫ് നോഡിൻ്റെയും ആർട്ടറി വെയിൻ ഇതിൻ്റെയൊക്കെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഈ ലിംഫെഡിമയ്ക്കാണ് കാലിൻ്റെ വീക്കം, നീര് വന്നു കയറുക, അങ്ങനത്തെ സംഭവങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിത് വരുന്നത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റെല്ലാം ആയി നമ്മൾ ഒരുപാട് കാലം ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ കാലിലോട്ടുള്ള മൂവ്മെൻറ്റ് കുറയും. ഈ മൂവ്മെൻറ്റ് കുറവ് വരുമ്പോൾ നമ്മുടെ ഈ കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയും ഇതെല്ലാം കുറഞ്ഞു വരും. ആ DVT പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സർജറി കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻസിനും DVT വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി ചെയ്യുന്നുണ്ട്. ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി നമ്മുടെ ഈ കാലിൽ നീര് കെട്ടി കിടക്കുക, ഇങ്ങനത്തെ കാലിലോട്ടുള്ള വേദന, ഈ ഒരുപാട് കാല് തരിപ്പ്, അങ്ങനത്തെ സംഭവങ്ങൾ വരുന്ന പേഷ്യൻസിന് ഇതൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്.